സംസ്ഥാനത്ത് രോഗികളെ ഭീതിയിലാക്കി ആശുപത്രികൾ സ്തംഭിപ്പിച്ച് സമരം തുടരുന്ന സ്വകാര്യ നഴ്സുമാരെ സമരത്തിന് വലിച്ചിറക്കിയതായിരുന്നു ജാസ്മിൻ ഷാ എന്ന നേതാവ്. ഇപ്പോൾ എന്ത് സംഭവിച്ചു? പാവം നഴ്സുമാരുടെ കയ്യിൽ നിന്നും പിരിച്ച ഫണ്ടിൽ കോടികൾ തട്ടിച്ചെന്ന കേസിൽ എല്ലാ തെളിവുകളും ഈ തട്ടിപ്പുകാരനെതിരായതോടെ സ്വത്തുക്കൾ ഇഡി കണ്ടുകെട്ടി. സമരം ചെയ്യുന്ന നഴ്സുമാർ ഓർക്കേണ്ടത്, നിങ്ങൾ ആർക്കെതിരെയാണോ സമരം ചെയ്യുന്നത്, നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്, നിങ്ങൾ മുദ്രാവാക്യങ്ങൾ വിളിച്ച് തളർത്താൻ ശ്രമിക്കുന്ന ആ മാനേജ്മെന്റുകളാണ് നിങ്ങളുടെ ഹെഡ്, നിങ്ങളുടെ കുടുംബത്തിന്റെ അന്നദാതാക്കൾ. നിങ്ങളെ കൊണ്ട് കുട്ടിക്കുരങ്ങിനെ കൊണ്ട് ചുടി ചോറ് വാരിക്കുന്നത് പോലെ സമരത്തിനിറക്കിയ UAE നേതൃത്വമാകട്ടെ നിങ്ങളെ കൊണ്ട് ജീവിക്കുന്ന പരാഗങ്ങൾ തന്നെയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കുഴി തോണ്ടി തന്ന ശേഷം ആഡംബര ജീവിതം നയിക്കാൻ എല്ലാ തന്ത്രങ്ങളും ആവിഷ്കരിച്ച് ഒടുവിൽ കേന്ദ്ര സാമ്പത്തിക അന്വേഷണ ഏജൻസികളുടെ വലയിലായ നേതൃത്വം. ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്ക്, നിങ്ങൾ ആരുടെ ബലത്തിലാണ് രോഗികളുടെ ജീവൻ വെച്ച് പന്താടുക? ഇതുപോലുള്ള തട്ടിപ്പുകാരെ വിശ്വസിക്കുന്ന നിങ്ങൾ നഴ്സുമാരെ എങ്ങനെ രോഗികൾ വിശ്വസിക്കും? നിങ്ങളെ ഞങ്ങൾ സാധാരണ നഴ്സുമാരായല്ല കാണുന്നത്. നിങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം എന്തെന്നാൽ നിങ്ങൾ നിബന്ധനകളും നൂലാമാലകളും ഭരണക്രമത്തിന്റെ ചുവപ്പ് നാടകളും ഒന്നും വലിഞ്ഞു മുറുക്കാത്ത ജനസേവകരാണ്. പഞ്ഞിയും കത്രികയും ഒക്കെ വെച്ച് വയറ് കുത്തിക്കെട്ടി രോഗികളെ വീട്ടിലേക്ക് വിടുന്ന സർക്കാർ ആശുപത്രികളെ കുറിച്ച് ഓർക്കുമ്പോൾ ഭയം തോന്നുന്ന സാധാരണ ജനം ആശ്വാസം കാണാനുള്ള ആശ്രയമായി കരുതുന്നത് നിങ്ങളെയാണ്. നിങ്ങളിലുള്ള വിശ്വാസം ഒന്നുകൊണ്ട് മാത്രമാണ് നിങ്ങളെ നയിക്കുന്ന ഡോക്ടർമാരുടെ കത്തിക്ക് മുന്നിൽ മനസമാധാനത്തോടെ അവർ ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കുന്നത്. ആ ആശുപത്രികൾ, ആ ICUകൾ, ആ ഓപ്പറേഷൻ തിയേറ്ററുകൾ, ആ ലേബർ റൂമുകളൊക്കെ സ്തംഭിപ്പിച്ചുകൊണ്ടുള്ള നിങ്ങളുടെ സമരം ജനത്തിൽ ഭീതി ജനിപ്പിക്കാൻ മാത്രമല്ലേ സഹായിക്കും? ജനം നിങ്ങളെ തേടി എത്തിയില്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് എന്തർത്ഥമാണുള്ളത്? നിങ്ങളെ കൊണ്ട് എന്ത് പ്രയോജനമാണ് സമൂഹത്തിനുള്ളത്? നിങ്ങളുടെ അന്നദാതാക്കളായ സ്വകാര്യ ഇടങ്ങൾ പിന്നെ നിലനിൽക്കുമോ? നിങ്ങൾ ചിന്തിക്കണം. തട്ടിപ്പുകാർക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ഉപജീവനത്തിൽ മണ്ണ് വാരിയിടണം. ഇനി UNA സംസ്ഥാന ജില്ലാ യൂണിറ്റ് ഭാരവാഹികളോടാണ് ചോദിക്കേണ്ടത്. നിലവിൽ നഴ്സിംഗ് സമൂഹത്തിനായി നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രക്ഷോഭം സ്വാഗതാർഹമാണ്. അവകാശങ്ങൾ നിഷേധിക്കപ്പെടുകയാണെങ്കിൽ അതിനെതിരായി ശബ്ദമുയർത്തുക തന്നെ വേണം. എന്നാൽ സമരം നിയമവിരുദ്ധവും മനുഷ്യാവകാശ ലംഘനവും കൃത്യമായി ചട്ടങ്ങൾ പാലിക്കാതെയാണെന്നുമുള്ള രീതിയിൽ പൊതുസമൂഹത്തിൽ ചില ഗൗരവമായ ചർച്ചകൾ ഉടലെടുത്തത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. ഈ സാഹചര്യത്തിൽ ചികിത്സ നിഷേധിക്കപ്പെട്ട അനേകം രോഗികളോടും പൊതുജനത്തോടും സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നഴ്സിംഗ് സമൂഹത്തിനോടും സത്യസന്ധമായ മറുപടി നൽകാനും ഏവരെയും അതിന്റെ വിശ്വാസ്യത ബോധ്യപ്പെടുത്താനും നിങ്ങൾ ബാധ്യസ്ഥരാണ്. ചോദ്യം 1. കരാർ ഒപ്പിട്ട ആശുപത്രികളുടെ സുതാര്യത. ജാസ്മിൻ ഷായുടെ ഏറ്റവും പുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് പ്രകാരം 400-ലധികം ഹോസ്പിറ്റലുകൾ കരാർ ഒപ്പിട്ടിട്ടുണ്ട് എന്ന് അവകാശപ്പെടുമ്പോൾ ആ ആശുപത്രികൾ ഏതൊക്കെയാണെന്ന് വെളിപ്പെടുത്താൻ നിങ്ങൾ തയ്യാറാണോ? അതോ ഇത് കേവലം അവകാശവാദം മാത്രമാണോ? ചോദ്യം 2. കരാറിലെ വ്യവസ്ഥകൾ പരസ്യപ്പെടുത്തുക. കരാർ ഒപ്പിട്ടിട്ടുണ്ട് എങ്കിൽ എന്തൊക്കെയാണ് അതിലെ വ്യവസ്ഥകൾ? നിങ്ങളുടെ ആവശ്യങ്ങൾ പരസ്യമാണെന്നിരിക്കെ നിലവിൽ ഒപ്പിട്ടിരിക്കുന്ന ചുരുങ്ങിയത് 10 പ്രധാന ഹോസ്പിറ്റലുകളുടെയെങ്കിലും കരാർ വ്യവസ്ഥകളുടെ ഒറിജിനൽ പങ്കുവെക്കാൻ തയ്യാറാണോ? അതിലെ നിബന്ധനകൾ നഴ്സിംഗ് സമൂഹത്തിന് അനുകൂലമാണോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ചോദ്യം 3. ശമ്പള വർധനവിലെ അവ്യക്തത. തൃശൂർ ജില്ലയിൽ നടന്ന ആദ്യ ചർച്ചയ്ക്ക് ശേഷം ജാസ്മിൻ ഷാ നടത്തിയ ഫേസ്ബുക്ക് ലൈവിൽ പറഞ്ഞത് പ്രകാരം കരാർ അംഗീകരിച്ച ഹോസ്പിറ്റലുകൾ നിലവിൽ കൊടുത്തുകൊണ്ടിരുന്ന ഗ്രോസ് സാലറി എത്രയായിരുന്നു? കരാർ ഒപ്പിട്ടതിന് ശേഷം പുതുക്കിയ ഗ്രോസ് സാലറി എത്രയാണ്? ചോദ്യം 4. അടിസ്ഥാന ശമ്പളത്തിലെ വിട്ടുവീഴ്ച. 40,000 രൂപ അടിസ്ഥാന ശമ്പളം എന്ന ആവശ്യത്തിൽ മാറ്റമില്ലെങ്കിൽ കരാർ ഒപ്പിട്ട 400-ലധികം ആശുപത്രികളും ഇതേ തുക തന്നെയാണോ അംഗീകരിച്ചിരിക്കുന്നത്? അതല്ലെങ്കിൽ സമരത്തിന്റെ പ്രധാന ആവശ്യത്തിന് വിരുദ്ധമായി കുറഞ്ഞ വേതനത്തിന് എങ്ങനെ നിങ്ങൾ ഒത്തുതീർപ്പിന് തയ്യാറായി? ചോദ്യം 5. ദിവസവേതനത്തിലെ വൈരുദ്ധ്യം. 1333 രൂപ ദിവസവേതനമാണ് ഞങ്ങളുടെ ആവശ്യമെന്ന് എല്ലാ വീഡിയോയിലും മാധ്യമങ്ങളുടെ മുൻപിലും പറയുമ്പോൾ കരാർ ഒപ്പിട്ട എല്ലാ ഹോസ്പിറ്റലുകളും ഈ ദിവസവേതനം തന്നെയാണോ അംഗീകരിച്ചിട്ടുള്ളത്? അങ്ങനെയല്ല എങ്കിൽ ഉറച്ച നിലപാടിൽ നിന്ന് വ്യതിചലിച്ച് ചിലയിടങ്ങളിൽ മാത്രം സമരം പിൻവലിച്ചത് എന്തടിസ്ഥാനത്തിലാണ്? ചോദ്യം 6.
സമരവേദികളിലെ ഇരട്ടത്താപ്പ്. നിലവിൽ സമരം നടന്നുകൊണ്ടിരിക്കുന്ന ഹോസ്പിറ്റലുകളിൽ 30,000 മുതൽ 40,000 ഇടയിൽ സാലറി വാങ്ങുന്ന 60% നഴ്സിംഗ് ജീവനക്കാർ ഉണ്ടെന്നിരിക്കെ എന്തുകൊണ്ടാണ് വീണ്ടും ഇതേ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ മാത്രം സമരം നടത്തുന്നത്? ചോദ്യം 7. വിവേചനപരമായ സമരരീതി. കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ അടിസ്ഥാന ശമ്പളം 20,000 രൂപയിൽ താഴെ മാത്രമുള്ള 150-ലധികം കിടക്കകളുള്ള നിരവധി ആശുപത്രികൾ നിലവിലുണ്ട്. അവിടെ ഒന്നും സമരം നടത്താതെ കൂടുതൽ ശമ്പളം നൽകുന്ന സ്ഥാപനങ്ങളെ മാത്രം ബുദ്ധിമുട്ടിക്കുന്നത് എന്ത് നീതിയുടെ അടിസ്ഥാനത്തിലാണ്? ഏറ്റവും ഖേദകരമായ വസ്തുത, ഈ പ്രക്ഷോഭത്തിൽ പങ്കുചേരുന്ന സാധാരണക്കാരായ നഴ്സിംഗ് അംഗങ്ങൾക്ക് പോലും നിങ്ങൾ സമര നേതാക്കൾ മുന്നോട്ട് വെക്കുന്ന കരാറുകളെ കുറിച്ചോ ചർച്ചകളിലെ തീരുമാനങ്ങളെ കുറിച്ചോ യാതൊരുവിധ വ്യക്തതയുമില്ല എന്നതാണ്. അവകാശങ്ങൾക്കായി പോരാടുമ്പോൾ അത് സുതാര്യമായിരിക്കണം. ഈ ചോദ്യങ്ങൾക്ക് കൃത്യമായ രേഖകൾ സഹിതം മറുപടി നൽകാൻ നേതൃത്വം തയ്യാറാകാത്ത പക്ഷം ഈ സമരത്തിന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും.